വാളത്തൂർ ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധം. ജൂലൈ 30-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം പ്രഖ്യാപിച്ച് ക്വാറി വിരുദ്ധ സമരസമിതി. സെക്രട്ടറി പ്രത്യേക താൽപര്യമെടുത്താണ് ലൈസൻസ് നൽകിയതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ജൂലൈ 8-നാണ് മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വാളത്തൂർ ക്വാറിയുടെ ലൈസൻസ് പുതുക്കി നൽകിയത്. ജൂലൈ 5-ന് തന്നെ ലൈസൻസ് ഫീസ് എന്ന നിലയിൽ 15,000 രൂപ ഇതിനായി സ്വീകരിച്ചിരുന്നു. ക്വാറി പ്രവർത്തിക്കുന്നിടത്ത് നിന്ന് 43 മീറ്റർ ദൂരപരിധിയിൽ വീടുകളുണ്ടെന്ന് വൈത്തിരി തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇത് മറികടന്ന് ലൈസൻസ് പുതുക്കി നൽകാൻ സെക്രട്ടറി എടുത്ത അമിത താൽപര്യത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നത്. ഓഫീസിലെത്തിയപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ സെക്രട്ടറി ഇറങ്ങിപ്പോയെന്നും ഭാരവാഹികൾ പറയുന്നു. ഞങ്ങളവിടെ കോറി വന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടാണ് പുതുക്കി കൊടുക്കുന്നത്. ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് സെക്രട്ടറി അവിടെ എണീറ്റ് പോയത്. വളരെ വ്യക്തമായിട്ട് റെഡ് സോണ എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറി തന്ന റിപ്പോർട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ആ കോറിയുടെ സ്ഥലം റെഡ് സോണ എന്നുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി തന്നതാണ്. ആ രേഖകളൊക്കെ ഞങ്ങളെ കയ്യിലിരിക്കെ ഇവർ റെഡ് സോണ എന്നുള്ളതും വീടുകളുണ്ടെന്നൊക്കെ ഉള്ളതിരിക്കെ ലൈസൻസ് വീണ്ടും പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമായിട്ട് ആക്ഷൻ കമ്മിറ്റി മുമ്പോട്ട് പോകും. ക്വാറിക്ക് പ്രവർത്തനാനുമതി അനുവദിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുൻപ് സെക്രട്ടറി പ്രത്യേക താൽപര്യമെടുത്ത് ലൈസൻസ് പുതുക്കി നൽകുകയായിരുന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, വയനാട്.